തെരഞ്ഞെടുപ്പ് ഫലം വന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് അവസാന ലാപ്പിലോട്ട് എത്തുന്നതേ ഉള്ളൂ. എങ്കിലും ഏകദേശം തോൽവിയും വിജയവും ഒക്കെ ഉറപ്പിച്ചു കഴിഞ്ഞു. ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു തോൽവി LDFന് സംഭവിച്ചു. വളരെ ദയനീയമായ തോൽവി. അപ്പോൾ ഈ തോൽവിക്ക് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ടാവാം. പക്ഷേ ഈ തോൽവിക്ക് പിന്നിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളിയുമായിട്ടുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ട്. ഈ കൂട്ടുകെട്ട് ഒരു പരിധിവരെ ബാധിച്ചിട്ടില്ലേ? നമ്മൾ അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഇപ്പം 101 സീറ്റോളം ആണ് UDF കരസ്ഥമാക്കിയിരിക്കുന്നത്. LDFന് അതോടൊപ്പം തന്നെ 37 സീറ്റ് എന്നുള്ള നിലയിലാണ് ഇപ്പം നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒന്ന്. അതിനിടയിൽ ചാത്തന്നൂർ പോലെയുള്ളൊരു മണ്ഡലത്തിൽ NDA വിജയിക്കുകയും ചെയ്തു. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ ഈഴവ വോട്ടുകളിൽ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം നമുക്ക് വളരെയധികം ശ്രദ്ധാപൂർവം വേണം കാണാൻ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ കേരളത്തിലെ വോട്ടിലെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും നിർണായക സ്വാധീനമുള്ള ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഈ ഈഴവ വോട്ടുകളിലാണ്. ഇടതുപക്ഷത്തിന് ഒരുപാട് സ്വാധീനമുള്ളത് അവിടെയാണ്. കാര്യം നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 100 ഈഴവ ആൾക്കാർ അല്ലെങ്കിൽ ശ്രീനാരായണീയർ എന്ന് പറയുന്ന ആൾക്കാരെ എടുത്തു കഴിഞ്ഞാലും അതിൽ വരുന്ന ഒരു 60% അല്ലെങ്കിൽ ഒരു 70% വരുന്ന ആൾക്കാർ എപ്പോഴും ഇടത് വിശ്വാസികൾ തന്നെയായിരിക്കും. അപ്പം ആ ഇടത് വിശ്വാസികളിൽ നിന്ന് പാർട്ടി അകന്നു പോയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാളിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പാർട്ടി അല്ലെങ്കിൽ CPMന്റെ മേൽത്തട്ടിൽ നിന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം വെള്ളാപ്പള്ളി നടേശൻ ഇത്രയും കാലം കേരളത്തിൽ ഈഴവരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണോ പ്രവർത്തിച്ചിട്ടുള്ളത്? അല്ല. SNDP മാറി നിന്നല്ല. SNDPയോടല്ല അവരുടെ ഒരു എതിർപ്പെന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാളോടുള്ള എതിർപ്പാണ്. ആ വെള്ളാപ്പള്ളി നടേശൻ ഇത്രയും കാലം SNDP യോഗത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള സ്ഥാനത്തിരിക്കുന്നു. ആ സ്ഥാനത്തിരുന്നുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള ചെയ്തികൾ ജനത്തിനറിയാം. എന്നിരുന്നിട്ട് കൂടി പല ഘട്ടത്തിലും പ്രാതിനിധ്യ വോട്ടവകാശം, മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് തുടങ്ങിയ ഒരുപാട് തട്ടിപ്പുകൾ നടത്തിയ സാഹചര്യത്തിലും ഈ നമുക്കറിയാം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനത്തിൽ കയറി വെള്ളാപ്പള്ളി നടേശൻ പോകുന്നു. നമ്പർ 1 കാറിൽ കയറി പോകുന്നു. അതായിരുന്നു സത്യം പറഞ്ഞ തുടക്കം. അതാണ് തുടക്കം. അങ്ങനെ കയറി പോകാൻ തക്ക യോഗ്യത വെള്ളാപ്പള്ളി നടേശനുണ്ടോ? അങ്ങനെ ഒരു യോഗ്യത പിന്നെ ഏതെങ്കിലും സമുദായ നേതാക്കന്മാർ കൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? അതിന് എത്ര ന്യായീകരണം ഈ പറയുന്ന ഈഴവ സമൂഹത്തിന്റെ മുന്നിലേക്ക് പിണറായി വിജയൻ എടുത്ത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി എടുത്ത് വീശിയിരുന്നാലും ശരി, അത് ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നൊരു കാര്യമില്ല. കാരണം അവർക്കറിയാം വെള്ളാപ്പള്ളി നടേശൻ ആരാണ്. ആ ഈഴവരാദിയായിട്ടുള്ള ജനങ്ങൾക്കറിയാം. അപ്പം അതിനും അപ്പുറത്തേക്കാണ് ഈ പിണറായി വിജയൻ ചെയ്തു കൂട്ടിയ ഒരു തെറ്റ്. അത് എങ്ങനെയൊക്കെ പറഞ്ഞാലും ഇപ്പോൾ 90 കഴിഞ്ഞ ഒരു മനുഷ്യനാണ്, അയാളെ ഞാൻ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോയാൽ എന്താണ് തെറ്റ് എന്നൊക്കെ ചോദിച്ചിരുന്നാലും ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ മണമാണ് അല്ലെങ്കിൽ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ധ്വനിയാണ് പൊതുജനത്തിന് കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഈഴവർക്ക് കിട്ടുക. അവർ സ്വാഭാവികമായിട്ടും പാർട്ടിക്കെതിരെ തിരിയും. അപ്പോൾ ഉറപ്പായിട്ടും അത് ബാധിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ബാധിക്കും. അത് അങ്ങനെ ഒരു ബാധിക്കൽ ഉണ്ടാകുകയും ചെയ്യും. അതോടുകൂടി തന്നെ ഈഴവ വോട്ടുകൾ കാര്യമായ രീതിയിൽ ഭിന്നിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ വോട്ടിംഗ് എടുത്തു വെച്ച് നോക്കിയാൽ മതി. അവർക്ക് ഉള്ള ഈഴ വോട്ടുകൾ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞ ആൾക്കാർ ചെയ്യുന്നിടത്തൊന്നും അല്ല നിൽക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ശരിക്കും പറഞ്ഞ LDFനെ കുരുതി കൊടുക്കുക ചെയ്ത്. സത്യത്തിൽ അങ്ങനെ വേണം നമ്മൾ കരുതാൻ. ഞാനിപ്പോൾ ഒപ്പം ഉണ്ട് എന്ന് ഒരു തോന്നൽ ഉണ്ടാക്കിച്ചു. ഈ തോന്നൽ SNDP യോഗം ഒപ്പം ഉണ്ടെന്നുള്ള തോന്നൽ പിന്നെ തെറ്റിദ്ധരിച്ചു. ഇടതുപക്ഷത്തുള്ളവർ തെറ്റിദ്ധരിച്ച് എന്താ ഈ വെള്ളാപ്പള്ളി നടേശൻ ഒപ്പം നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും SNDP യോഗം ഒപ്പം ഉണ്ടെന്ന്. ഇല്ല, വെള്ളാപ്പള്ളി നടേശൻ നിൽക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും SNDP യോഗം നിൽക്കുന്നത്. കാരണം അത് അങ്ങനെയാണ്, ജനങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. കാര്യം സമുദായത്തിന് ഒരു ഗുണവും ചെയ്യാത്ത ഒരു മനുഷ്യൻ, സമുദായത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരാൾ, സമുദായത്തിന്റെ കൊള്ളയടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ, സമുദായത്തിലുള്ളവരെ പറ്റിക്കുന്ന ഒരാൾ, അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് ഈ സമുദായത്തിലുള്ള എല്ലാവരും അംഗീകരിച്ചു കൊടുക്കുക? നടക്കുന്ന കാര്യമല്ല. സോ അതുകൊണ്ട് തന്നെ ഇത്തവണ ഇടതുപക്ഷത്തിനെതിരായി വീണിട്ടുള്ള വോട്ടുകളെല്ലാം ഈ പറയുന്ന പിന്നെ വെള്ളാപ്പള്ളി വിരുദ്ധ വോട്ടുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ UDFനെ കൃത്യമായി വോട്ട് ചെയ്തു. UDFന് വോട്ട് ചെയ്യുകയും ചെയ്തു, വിജയിപ്പിക്കുകയും ചെയ്തു. ഇനി വെള്ളാപ്പള്ളി നടേശൻ പിന്നെ ഈഴവ സമുദായത്തിൽ ഉണ്ടാക്കി വെച്ചൊരു ഭിന്നത ഇങ്ങനെയാണ്. ഇനി 2, ഇവിടെ വടക്കൻ മേഖലകളിൽ എന്തുകൊണ്ട് ഇടതുപക്ഷം തോറ്റു എന്ന് ചോദിച്ചാൽ കൃത്യമായി ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ എത്രത്തോളം പാർട്ടിയിൽ നിന്ന് അകലാമോ അത്രത്തോളം അകന്നു കഴിഞ്ഞിരിക്കുന്നു. ആര് കാരണമാണ്? വെള്ളാപ്പള്ളി നടേശൻ കാരണമാണ്. വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള അതായത് ന്യൂനപക്ഷ മതങ്ങളോടുള്ള നിന്ന, മലപ്പുറം ജില്ലക്കെതിരായിട്ട്, മുസ്ലിം ലീഗിനെതിരായിട്ട് അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ, ഇതൊക്കെ തെറ്റല്ലേ? നമ്മൾ തന്നെ പലപ്പോഴും പല ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട്, വെള്ളാപ്പള്ളി ഇങ്ങനെ ഈ പറയുന്ന പോലെ ഇടതുപക്ഷത്തിനൊപ്പം നിന്നുകൊണ്ട് ഈ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ പകുതിയോളം ഒരു
എന്താ പറയുന്നത്, ഒരു 50% ജനങ്ങൾ വിശ്വസിക്കുന്ന ഇത് ഈ പറയുന്ന ഇടത് സർക്കാരിന്റെ പ്രസ്താവനയാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും. കാര്യം എന്താ, ഇടതുപക്ഷത്തുള്ള ഒരു നേതാക്കന്മാര് പോലും തിരുത്തിയിട്ടില്ല. വെള്ളാപ്പള്ളി നടേശനെ തള്ളിക്കളഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തുള്ള ഏതെങ്കിലും ഒരു നേതാവിന് സധൈര്യം പറയാറുന്നല്ലോ വെള്ളാപ്പള്ളി പറഞ്ഞത് തെറ്റായി പോയി, മുസ്ലിങ്ങളെ പറയേണ്ട ആവശ്യമില്ല. അതിനിടയിൽ അതിന് തൊട്ടു മുമ്പായി അപ്പോഴേക്കും മറ്റൊരു വിവാദം വന്നു. പിന്നെ മുഖ്യമന്ത്രി ഹിന്ദുവിന് നൽകിയ ഒരു അഭിമുഖം, ആ അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയെക്കുറിച്ച് മോശമായി പരാമർശിക്കും. ഇത് രണ്ടുകൂടെ ചേർത്ത് വെച്ച് വായിച്ചു. അങ്ങനെ രണ്ടുകൂടെ ചേർത്ത് വെച്ച് വായിച്ചപ്പോൾ പിണറായി വിജയന്റെ നാക്കായി പ്രവർത്തിക്കുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു നരേറ്റീവ് കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്തത്. എന്തുകൊണ്ട് പിണറായി വിജയൻ അദ്ദേഹത്തെ എതിർത്തില്ല? നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു പരസ്യ പ്രസ്താവന ഇറക്കിയില്ല? എന്താ ഈ വെള്ളാപ്പള്ളി നടേശൻ അത് പിന്നെ അല്ലെങ്കിൽ പിണറായി വിജയൻ അത് പറഞ്ഞിരുന്നെങ്കിൽ കേരളത്തിലെ ഈഴവരെല്ലാം ഇടതുപക്ഷത്തെ തള്ളിക്കളഞ്ഞിട്ട് പോകുമെന്ന് വിചാരിച്ചോ? അങ്ങനെയാണോ പിന്നെ പിണറായി വിജയൻ കരുതിയത്? അല്ലെ? അപ്പോൾ അങ്ങനെയല്ല യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഈഴവർ കൃത്യമായി അവരുടെ വോട്ടുകൾ UDF-ലേക്ക് കൊടുത്തു. അതായത് ഇടത് വിരുദ്ധ വോട്ടുകൾ UDF-നെതിരെ പിന്നെ LDF-നെതിരെ ഉണ്ടായിട്ടുണ്ട്. ആ വോട്ടുകൾ കൊണ്ടാണ് ഇന്ന് UDF വിജയിച്ചിരിക്കുന്നത്. UDF വിജയിക്കുന്നത് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല മികച്ച ഭൂരിപക്ഷം, ചരിത്രത്തിൽ ഇതുവരെ UDF-ന് നേരിടാൻ കഴിയാത്ത അത്രയും വലിയൊരു ഭൂരിപക്ഷം, 101 സീറ്റിനടുത്ത് ഭൂരിപക്ഷം നേടിയിരിക്കുന്ന നിൽക്കുകയാണ് UDF. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ ഏതൊരു സർക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു മുന്നണിയാണെങ്കിലും താങ്ങേണ്ടവരെ താങ്ങിയാൽ മതി. വെള്ളാപ്പള്ളി നടേശൻ ഏറ്റവും കൂടുതൽ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നത് പിന്നെ VD സതീശനെയാണ്. എന്നിട്ട് ആ VD സതീശന്റെ അവസ്ഥ എന്താ? ഇന്ന് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു നേതാവായി VD സതീശൻ മാറി. ഇന്ന് UDF-ന്റെ വിജയശില്പി എന്നുള്ള പേരിലേക്ക് VD സതീശൻ മാറി. ആര് കാരണമാണ്? വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കാരണമാണ്. പാർട്ടിയെ ഏറ്റവും വലിയ തോൽവിയിലേക്ക് നയിച്ച ഒരാളെന്നുള്ള ഖ്യാതി പിണറായി വിജയന് കിട്ടിയില്ലേ? ആര് കാരണമാണ്? വെള്ളാപ്പള്ളി കാരണം. അപ്പൊ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എടുത്തു പൊക്കിക്കൊണ്ട് ഇവിടെ കൊണ്ട് നടന്നതിന്റെ ഒരു ദുരന്ത ഫലമാണ് സത്യത്തിൽ ഇന്ന് ഇടതുപക്ഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാറാതെ കണ്ട് രക്ഷപ്പെടില്ല എന്നുള്ളതാണ് കാര്യം. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ല ശരിക്കും SNDP യോഗമെന്നും ഈഴവരെന്നും ഇനിയെങ്കിലും ഇടതുപക്ഷം മനസ്സിലാക്കിയാൽ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അവരെ മനസ്സിലാക്കി, ജനങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ന്യൂനപക്ഷ ഏകീകരണം വളരെ കൃത്യമായി നടന്നിട്ടുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന എന്തുകൊണ്ടാണ് ഇപ്പൊ പാർട്ടി വെള്ളാപ്പള്ളി നടേശനെ ശാസിക്കാഞ്ഞതോ അല്ലെങ്കിൽ തള്ളിക്കളയാഞ്ഞത്? അതുകൊണ്ട് സംഭവിച്ചത് എന്താ? ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ കൃത്യമായി ഏകീകരിക്കപ്പെട്ടു. അവര് UDF-നെ പിന്തുണച്ചു. കാര്യം ഈ ഒരു അവസരത്തെ UDF വേണ്ടുമെന്ന് യൂട്ടിലൈസ് ചെയ്തു. അതൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് കൃത്യമായിട്ട്. എന്നുവെച്ചാൽ ഇങ്ങനൊരു അവസരം വന്ന സാഹചര്യത്തിൽ ഇവർക്ക് ന്യൂനപക്ഷത്തോട് പറയാൻ UDF-ന് വാക്കുകൾ ഉണ്ടായിരുന്നു. എന്താ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുമ്പോൾ ഒരക്ഷരം പോലും മിണ്ടാതെ പഞ്ചപുച്ഛമടക്കി മാറിയുന്നവരാണ് ഇടതുപക്ഷക്കാർ. സോ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും അല്ലെങ്കിൽ അവരെ എങ്ങനെ വിശ്വസിക്കും എന്നൊരു തോന്നൽ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ ആ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാനും UDF വിജയിച്ചു. അപ്പൊ ഈ പറയുന്ന ഘടകങ്ങളുണ്ട്. അപ്പം ഈ രണ്ട് ഘടകങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴും ഇതിന്റെ എല്ലാം അടിസ്ഥാനപരമായ ഒരു സർവനാശം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ്. ഇന്ന് LDF-നുണ്ടായ പതനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ആരാണ് എന്ന് ചോദിച്ചാൽ അത് വെള്ളാപ്പള്ളി നടേശനാണ് എന്നുള്ള കാര്യം ആർക്കും യാതൊരു സംശയമില്ല. അതായത് സമുദായത്തിലുള്ളവർക്ക് പോലും ആ അഭിപ്രായം ഇപ്പോൾ ഉള്ളത്.